അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ നികുതി വെട്ടിപ്പ് അറിഞ്ഞിട്ടും GST വകുപ്പ് ഇടപെടാത്തതിന് പിന്നിൽ പിണറായി സർക്കാരിലെ കായിക മന്ത്രി പ്രതിക്കൂട്ടിൽ. തട്ടിപ്പ് അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത 3 GST ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. GST വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് GST കമ്മീഷണർ ചാർജ് മെമ്മോ നൽകി. എന്നാൽ മന്ത്രിമാർക്കെതിരെ അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അഴിമതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം തന്നെ മന്ത്രിമാരുടെ പങ്കിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കാരണമാണ് ധനമന്ത്രി അഴിമതി കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഫയലിൽ ഒപ്പിടാത്തതിനാൽ കുരുങ്ങിയില്ല. ഉദ്യോഗസ്ഥരിൽ അന്വേഷണം ഒതുക്കില്ലെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാരും അന്വേഷണം നടത്താൻ സാധ്യത തെളിയുന്നുണ്ട്. ഫുട്ബോൾ തട്ടിപ്പിൽ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ കള്ളക്കളിക്ക് കൂട്ടുനിൽക്കില്ലെന്ന ആദ്യം നിലപാടെടുത്തെങ്കിലും മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ നിലപാടിന് ഒടുവിൽ വഴങ്ങുകയായിരുന്നു. കായിക മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ മുഖ്യമന്ത്രിയുമായി നടത്തിയ ഇടപെടലാണ് ഇതിന് കാരണമായത്. അതേസമയം ബാലഗോപാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ഫയലിലും ഒപ്പിട്ടില്ല. ഫയൽ കണ്ടതെല്ലാം ധനസെക്രട്ടറി ആയിരുന്നു. ബാലഗോപാൽ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞതുമാണ്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ സ്പോൺസറെ കണ്ടെത്തിയതിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നു. സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്പോൺസറായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ ഗൗരവമായ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണ നിലയിൽ വലിയ പദ്ധതികൾക്ക് സ്പോൺസറെ കണ്ടെത്തേണ്ടത് പരസ്യം നൽകി ഓപ്പൺ ടെൻഡറിലൂടെ ആയിരിക്കണം. എന്നാൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ടെൻഡർ നടപടികളും ഉണ്ടായിട്ടില്ല. സ്പോൺസറായ കമ്പനിയുടെ പശ്ചാത്തല പരിശോധന നടത്താനും സർക്കാർ തയ്യാറായില്ല. സ്പോൺസറെ കണ്ടെത്തുന്നതിൽ ചിലരുടെ താൽപര്യങ്ങൾ മാത്രമായി സംരക്ഷിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിദേശത്തേക്ക് ഡോളർ കടത്താനുള്ള ഒരു തിരക്കഥയായിരുന്നു ഈ പദ്ധതിയെന്ന് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. പണം കൈമാറാൻ വിദേശത്തുള്ള ഒരു കണക്ഷൻ ഏജന്റിനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏജന്റിനെ കുറിച്ചും യാതൊരു പരിശോധന നടന്നിട്ടില്ല. ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. കാലതാമസം കൂടാതെ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുമെന്നാണ് കരുതുന്നത്. തട്ടിപ്പ് സംബന്ധിച്ച ഫയലുകൾ സംസ്ഥാന സർക്കാരിൽ നിന്നും ശേഖരിക്കാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. സതീശൻ സർക്കാർ ഇതെല്ലാം കൃത്യമായി കൈമാറുമെന്നാണ് കരുതുന്നത്. പിണറായി സർക്കാരിനെ അടിക്കാനുള്ള ഏറ്റവും മികച്ച ആയുധമായി സതീശൻ സർക്കാർ കണ്ടെത്തിയിരിക്കുകയാണ് ഫുട്ബോൾ വിവാദം. ബന്ധപ്പെട്ട ഫയലുകളെല്ലാം കേന്ദ്ര സർക്കാരിനെ കൈമാറി സംസ്ഥാന സർക്കാരുമായുള്ള ശ്രമങ്ങളും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതേസമയം കായിക മന്ത്രി KU ജനീഷ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരണമെന്ന കാര്യത്തിൽ പിടിവാശി കാണിക്കുകയാണ്. നിശബ്ദനായ മന്ത്രി എന്ന് ഇതുവരെ അറിയപ്പെട്ടിരുന്ന ജനീഷ് വളരെ പെട്ടെന്നാണ് മികച്ച മന്ത്രി എന്ന നിലവാരത്തിലേക്ക് ഉയർന്നത്. സർക്കാർ ഉത്തരവുകളിൽ സ്വകാര്യ കമ്പനി ഇടപെട്ട് ഭേദഗതി വരുത്തിയെന്ന ഗൗരവകരമായ കണ്ടെത്തലുകൾ റിപ്പോർട്ടിലുണ്ട്. ആദ്യ മത്സരം നടത്താനായി നൽകിയ അനുമതി പത്രം പിന്നീട് സ്പോൺസർക്കായുള്ള അനുമതിയായി തിരുത്തുകയായിരുന്നു. ഇത് അസാധാരണമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ മത്സരത്തിനുള്ള അനുമതി തേടുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചായും രേഖകൾ സഹിതം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി 2024 അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്പെയിൻ സന്ദർശിച്ചിരുന്നു. ഇതിൽ 13,04,434 രൂപ ചെലവായതായി മുൻപ് നിയമസഭയിൽ മന്ത്രി തന്നെയാണ് വ്യക്തമാക്കിയത്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിൽ സംഘാടകരായും സ്പോൺസർമാരായും സ്വകാര്യ കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ ഗുരുതരമായ ഭരണഘടനാ വീഴ്ചകൾ ഉണ്ടെന്ന് കായിക വകുപ്പ് മന്ത്രി സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വാക്കാലുള്ള നിർദ്ദേശത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇവരെ തെരഞ്ഞെടുത്തത്. മുൻ കായിക മന്ത്രിയുടെ ഓഫീസും മുൻ ചീഫ് സെക്രട്ടറിയും കമ്പനിയുമായി ചർച്ച നടത്തിയ ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ മാത്രം നിർദ്ദേശം നൽകുകയായിരുന്നു. താൽപര്യപത്രം ക്ഷണിക്കൽ, പരസ്യ ടെൻഡർ നടപടികൾ, സ്പോൺസർഷിപ്പ് നിരക്കുകളുടെ മൂല്യനിർണ്ണയം, കമ്പനിയുടെ സാമ്പത്തിക ശേഷി പരിശോധിക്കൽ, ഫണ്ടിന്റെ സ്രോതസ് ഉറപ്പാക്കൽ ഇതൊന്നും നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ സ്വകാര്യ കമ്പനിയെ മാത്രം തെരഞ്ഞെടുത്തതിനുള്ള കൃത്യമായ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉത്തരവും സർക്കാർ ഫയലുകളിൽ ഇല്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് മറ്റ് സ്പോൺസറെ സംരക്ഷിക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നികുതി വകുപ്പ് വഴിവിട്ട നീക്കം നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഈ നീക്കത്തിൽ മുൻ മന്ത്രി, മറ്റൊരു മന്ത്രിയുടെ അഡീഷണൽ PS, GST കമ്മീഷണറിലെ 2 ഉന്നതർ, കണ്ണൂരിലെ CPM നേതാവിന്റെ ഉറ്റബന്ധുവായ ഉന്നത ഉദ്യോഗസ്ഥ എന്നിവരുടെ പങ്ക് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 126 കോടി രൂപ കൈമാറിയതിന്റെ സേവന നികുതി 22.68 കോടി രൂപ അടച്ചില്ലെന്നും നികുതി വകുപ്പ് കണ്ടെത്തിയത് 2025 ജൂണിലാണ്. ഓഗസ്റ്റ് മുതൽ അയച്ച 5 സമൻസുകളും സ്പോൺസർ അവഗണിച്ചെങ്കിലും നടപടിയും ഉണ്ടായില്ല. ആവശ്യപ്പെട്ടപ്പോഴെല്ലാം സമയം നീട്ടി നൽകി സതീശൻ സർക്കാർ
കർശനമായി ഇടപെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 30 നൽകിയ സമൻസിലാണ് ഓഗസ്റ്റ് 3 ഹാജരായത്. ഇതിനിടെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കേസ് അവസാനിപ്പിക്കാനും നീക്കമുണ്ടായി. കമ്പനിക്ക് നൽകിയത് സ്വാഭാവിക നീതി മാത്രമാണെന്നും കഴിഞ്ഞ ജൂലൈ 27 കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് ഓഫീസർ GST കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ധനകാര്യ വകുപ്പിന്റെ ഇടപെടലുകളും അന്വേഷണത്തിൽ സംശയത്തിന് നിഴലിലാണ്. സ്പോൺസറെ കുറിച്ചുള്ള പ്രാഥമികമായ പരിശോധനകൾ പോലും ധനവകുപ്പ് നടത്തിയിട്ടില്ല. നിലവിൽ സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. നിയമങ്ങൾ പാലിക്കാതെ ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത്ര വലിയ പദ്ധതി കൈമാറിയതിനെ കുറിച്ച് സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. അച്ചടക്ക നടപടി കൈക്കൊള്ളുന്നതിന് മുൻപ് GST ഉദ്യോഗസ്ഥരുടെ ഭാഗം വിശദീകരിക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് GST ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ജോയിന്റ് കമ്മീഷണർ ശ്രീവത്സല, കാസർഗോഡ് ഡെപ്യൂട്ടി കമ്മീഷണർ V സജിത്ത്, കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് ഓഫീസർ KS സജിനി എന്നിവർക്കാണ് മെമ്മോ നൽകിയത്. സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന്റെ പേരിൽ നികുതി വെട്ടിപ്പ് നടന്നെന്ന് ബോധ്യപ്പെട്ടിട്ടും നോട്ടീസ് അയച്ച് കമ്പനി പ്രതിനിധികളെ വിളിച്ചതല്ലാതെ നികുതി ഈടാക്കാൻ നടപടിയെടുത്തില്ല. നികുതി വെട്ടിപ്പ് കണ്ടെത്തുകയും ഇക്കാര്യം കാസർഗോഡ് ഡെപ്യൂട്ടി കമ്മീഷണറെ 2025 ഓഗസ്റ്റ് 1 കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് ഓഫീസർ PV രത്നാകരൻ കത്തുമുഖേന അറിയിച്ചിരുന്നു. ഇതാണ് വലിയ നികുതി വെട്ടിപ്പിനെതിരെ നീങ്ങാൻ GST വകുപ്പിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ സ്പോൺസർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റൻ GST വകുപ്പ് നോട്ടീസ് അയച്ചതോടുകൂടി 2 മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായി. പിന്നാലെ അന്വേഷണം മരവിപ്പിച്ചു. നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം പ്രതികാര നടപടി എന്ന നിലയിൽ രത്നാകരനെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി സസ്പെൻഡ് ചെയ്യാനും നീക്കമുണ്ടായി. നികുതി വെട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയവയ്ക്ക് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പ്രമുഖരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനാണ് GSTയുടെ നീക്കം. എന്നാൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നത് ഒഴിവാക്കാൻ പ്രതിപക്ഷ അനുകൂല സർവീസ് സംഘടനകളിലെ ചിലരും രാഷ്ട്രീയ നേതാക്കളും രംഗത്തുണ്ട്. സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകാതെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. അതിന്റെ ഭാഗമായുള്ള മൊഴിയെടുപ്പ് തുടരുകയാണ്. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരാനെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാർ പരിശോധന പൂർത്തിയായതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത് ബന്ധപ്പെട്ട വകുപ്പിന് അയച്ചു കൊടുക്കാനും അന്വേഷണം സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കും അദ്ദേഹം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട GST വകുപ്പിൽ അന്വേഷണം നടത്താൻ SIT രൂപവത്കരിച്ചിട്ടുണ്ട്. തട്ടിപ്പ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് SIT അന്വേഷിക്കും. സർക്കാരിന് GST ഇനത്തിൽ 22 കോടി നഷ്ടമായിരുന്നു. സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തിയ ശേഷമേ കേന്ദ്ര ഏജൻസി വേണമോ എന്ന് തീരുമാനിക്കൂ, മുഖ്യമന്ത്രി വ്യക്തമാക്കി. മെസ്സിയുടെയും അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി കായിക മന്ത്രി OJ ജനീഷ് സ്ഥിരീകരിച്ചു. പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന ആശയവിനിമയങ്ങളിൽ വലിയ അസ്വാഭാവികത കണ്ടെത്തി. സംഭവത്തിൽ കായിക വകുപ്പിന്റെ അന്വേഷണം പൂർത്തിയായെന്നും ഫയൽ കൂടുതൽ അന്വേഷണങ്ങൾക്കായി ധനവകുപ്പിനും നിയമവകുപ്പിനും കൈമാറിയെന്നും മന്ത്രി അറിയിച്ചു. ഫുട്ബോൾ ആരാധകരുടെ അടക്കം പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മുൻ കായിക മന്ത്രിയുടെ ഇമെയിലുകൾ പരിശോധിച്ചത്. ഇതിൽ അസ്വാഭാവികത കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാർ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയായിരുന്നു ഈ സന്ദേശങ്ങളെല്ലാം. വെറുമൊരു ആശംസാ കത്ത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ധാരണാപത്രമായി വ്യാഖ്യാനിക്കപ്പെട്ടു. സംഭവത്തിൽ കായിക മന്ത്രിയും സ്പോൺസർക്കും ഒരേ അളവിലുള്ള വീഴ്ചയാണെന്നും പറയാൻ പറ്റില്ല. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ മന്ത്രിയുടെ ഉത്തരവാദിത്തം കൂടുതലാണ്. മുൻ മന്ത്രിയടക്കം അന്വേഷണ പരിധിയിൽ വരുന്ന സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ജിനേഷ് സ്ഥിരീകരിച്ചു. മെസ്സി കേരളത്തിലെത്തുമെന്ന് മെസ്സിക്ക് തന്നെ അറിയാമായിരുന്നോ എന്നറിയില്ല. ഔദ്യോഗിക സ്ഥിരീകരണമോ AFAയുടെ ക്ലിയറൻസോ ഇല്ലാതെ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ നൽകിയതിൽ ദുരൂഹത ഏറെയാണ്.